Hi, hello, welcome back to my YouTube channel Blush with Arya. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫേസിൽ ഉണ്ടാവുന്ന കുരുക്കൾ വന്നിട്ടുള്ള പാടുകൾ മാറാനും അതുപോലെ തന്നെ കുരുക്കൾ മാറ്റാനും നമ്മുടെ ഫേസിൽ എന്തെങ്കിലുമൊക്കെ അലർജിയോ അല്ലെങ്കിൽ എന്തെങ്കിലും റെഡ്നെസ്സോ ഡാമേജ്ഡ് ആയിട്ടുള്ള സ്കിന്നാണ് അതൊക്കെ ഒന്ന് മാറ്റണം. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലൊക്കെ ഡാർക്ക് സ്പോട്ട്സും ബ്ലെമിഷസും അതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റി ഒന്ന് ക്ലിയർ സ്കിൻ ആകാനും നന്നായിട്ടൊന്ന് കളർ വെക്കാനും അതുപോലെ തന്നെ സൺ ടാൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റാനും പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഫേസ് പാക്ക് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് എങ്ങനെ തയ്യാറാക്കാന്ന് വെച്ചാൽ കസ്തൂരി മഞ്ഞൾ യൂസ് ചെയ്തിട്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പുറത്ത് പോകുന്ന ആൾക്കാരാണെങ്കിൽ രാത്രി അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് ഇട്ടതിന് ശേഷം നമ്മൾ ഫേസ് വാഷോ അല്ലെങ്കിൽ സോപ്പോ ഉപയോഗിച്ചിട്ട് മുഖം കഴുകാനായിട്ട് പാടില്ല കേട്ടോ. എന്നാൽ നമുക്ക് അങ്ങനെ കഴുകി വെച്ച് നമുക്ക് ആ ഒരു എഫക്റ്റ് കിട്ടില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഡെയിലി പുറത്ത് പോകുന്ന ആൾക്കാരാണെങ്കിൽ രാത്രി ഇത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ശനി ഞായറും ഉപയോഗിക്കാം കേട്ടോ, നോ പ്രോബ്ലം. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫസ്റ്റ് ടൈം ആയിട്ടാണ് കാണുമെങ്കിൽ എൻ്റെ പേര് ആര്യ. അപ്പോൾ ഈ ഒരു ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പിന്നെ മെയിനായിട്ട് എന്താ, ഈ ഒരു ഫേസ് പാക്ക് മെയിനായിട്ടും പ്രസവം കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ ചില കഴുത്തിലൊക്കെ ഡാർക്ക് കളറൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്, ഫേസിലും ബോഡിയിലൊക്കെ ഡാർക്ക് കളർ വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു ഈ ഒരു ഫേസ് പാക്ക്. നമുക്ക് ബോഡിയിൽ അപ്ലൈ ചെയ്യാം, അതുപോലെ തന്നെ ഫേസ് പാക്ക് ആയിട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ അതിനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കും കൂടിയാണ് കേട്ടത്. സോ ഈ ഒരു പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല. കുറച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചേർക്കാൻ എന്നുള്ളത്, കൂടുതൽ ചേർത്തിട്ട് അരച്ചെടുക്കാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെ തേങ്ങാപ്പാൽ എടുത്തതിന് ശേഷം നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന സാധാരണ കറി വയ്ക്കുന്ന മഞ്ഞൾപ്പൊടിയല്ല, നമുക്ക് കസ്തൂരി മഞ്ഞളാണ് വേണ്ടത്. ആയുർവേദ ഷോപ്പിൽ നിന്ന് നമുക്കിത് കിട്ടും കേട്ടോ. അപ്പോൾ കസ്തൂരി മഞ്ഞളാണ് ഞാനിത് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ ഫേസിന് ആവശ്യമുള്ള തേങ്ങാപ്പാലും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും എടുത്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു തേങ്ങാപ്പാൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കുന്ന സമയത്ത് പകുതി എടുത്തിട്ട് നമുക്ക് അങ്ങനെ ഉപയോഗിക്കാം കേട്ടോ. ഒറ്റയടിക്ക് ഉണ്ടാക്കി വെക്കേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ഞാൻ പിന്നെ ചേർക്കുന്നത് പഞ്ചസാരയാണ്. പഞ്ചസാര എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഫേസിൽ ചിലർക്കൊക്കെ മഞ്ഞളിടുമ്പോൾ ചിലപ്പോൾ ഒരു എന്താ പറയുക, നീറണ പോലെയൊക്കെ തോന്നാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പഞ്ചസാര ആഡ് ചെയ്യുന്നത്. അപ്പോൾ പഞ്ചസാര ആഡ് ചെയ്യാണ്ട് ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ നീറ്റിൽ കുറയ്ക്കാനാണ് പഞ്ചസാര ആഡ് ചെയ്തത് കേട്ടോ ഞാൻ. അപ്പോൾ ഇത് നമ്മൾ ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങാപ്പാൽ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന് നന്നായിട്ട്, ഇപ്പോൾ ഡ്രൈ സ്കിന്നാണ് അല്ലെങ്കിൽ ഡൾ സ്കിന്നാണ്, പിന്നെ ഡാമേജ്ഡ് ആയിട്ടുള്ള നിങ്ങൾ എന്തെങ്കിലും ഒരു ക്രീം എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഡാമേജ്ഡ് ആണ് സ്കിന്നെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഇത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ സ്കിൻ ഭയങ്കരമായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ ഈ ഒരു കോക്കനട്ട് മിൽക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബ്ലെമിഷസും ഡാർക്ക് സ്പോട്ട്സൊക്കെ മാറ്റി നമ്മുടെ സ്കിന്നൊന്ന് ക്ലിയർ ആവാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പം കസ്തൂരി മഞ്ഞളും പിന്നെ നമുക്കറിയാമല്ലോ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന രോമ വളർച്ച കുറയ്ക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ റെഡ്നെസ്, തടുപ്പ്, ചൊറിച്ചിൽ, അതുപോലെ തന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ സൺ ടാനൊക്കെ മാറ്റാനും നന്നായി ഹെൽപ്പ് ചെയ്യും. പിന്നെ ഈ ഒരു ഫേസ് പാക്ക് നന്നായിട്ട് കൂടുതലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രസവം കഴിഞ്ഞവർ അല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞവർക്കൊക്കെ നന്നായിട്ട് ഉപയോഗിക്കുക. അവർക്കൊക്കെ ഡാർക്ക് കളറൊക്കെ വരാനുള്ള ഡിസ്കളറേഷൻ വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് ഉപയോഗിച്ച് നല്ല മാറ്റം കൊണ്ടുവരും കേട്ടോ. അപ്പോൾ തേങ്ങാപ്പാലാണ്, കുറച്ച് ഞാനിപ്പോൾ ഇതിൽ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തത്. തേങ്ങാപ്പാലും മഞ്ഞൾപ്പൊടിയും അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കടലമാവും കൂടി ഇതിൽ ചേർക്കാം കേട്ടോ. എന്നിട്ട് അപ്ലൈ ചെയ്യണമെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും. എൻ്റെ അടുത്ത് കടലമാവ് ഉണ്ടായിരുന്നില്ല, പിന്നെ ഞാൻ ഇത് മാത്രം, ഇതിപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തിട്ട് നോക്കാൻ മെയിനായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് ഞാനൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് എൻ്റെ സ്കിന്ന് നല്ലൊരു പണി കിട്ടി കേട്ടോ. ഭയങ്കര റെഡ്നെസ്സും അലർജി പോലെ ചൊറിച്ചിലൊക്കെ എൻ്റെ ഫേസിൽ വരാനായിട്ട് തുടങ്ങി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ നല്ല മാറ്റം എനിക്ക് ഉണ്ടായിട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്ത് തരാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് ഡ്രൈ ആയതിനു ശേഷം ഒരു 10-20 മിനിറ്റ് വെച്ചാൽ മതി. അതിനുശേഷം നമ്മൾ ഫേസ് വാഷ് ഉപയോഗിക്കാതെ നമ്മൾ കഴുകി കളയണം. നന്നായി മസാജ് ചെയ്തിട്ട് വേണം നമ്മളിത് വാഷ് ചെയ്ത് കളയാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഡെയിലി ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല മാറ്റം, നല്ല ക്ലിയർ ആയിട്ടുള്ള സ്കിൻ കിട്ടാനും നമ്മുടെ ഡാമേജ് സ്കിൻ മാറാനൊക്കെ നന്നായി ഹെൽപ്പ് ചെയ്യും. സോ ഇത്രയുള്ള ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.